ഗായ്സ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടേൽസ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ വെഡ്ഡിങ് സീരീസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കാൻ പോവാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു 4 ഇവൻറ്റ്സ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ പുറകെ 1 by 1 നമ്മൾ ഓരോ വീഡിയോസും വരും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കമ്മിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം വെഡ്ഡിങ്. ഞാൻ എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ ഡിസംബർ നടന്നിട്ടും ഇത്രയും വരെയായിട്ടും വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ കസിൻസിൻ്റെ അടുത്തുനിന്നും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എനിക്കതിനൊരു ആൻസർ പറഞ്ഞ് ഒരു ഇൻട്രോയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നല്ല മടിയാണ് ഗൈസ്. മറ്റെല്ലാവരെയും പോലെ തന്നെ എനിക്ക് ഇതിങ്ങനെ തപ്പിയെടുത്ത് കുറേ വീഡിയോസ് അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടെ ഇവിടുന്ന് ഭയങ്കര ഒരു ഡിലേമായിരുന്നു. ഇത് തുടങ്ങണോ വേണ്ടയോ, കഴിഞ്ഞോ, ഔട്ട്ഡേറ്റഡ് ആയോ, ഇനി റെലവൻസ് ഉണ്ടോ, ഭയങ്കര ഹിൻഡ്രൻസ് ആയിരുന്നു ടു സ്റ്റാർട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ്, മടിയാണ്. സെക്കൻഡ് തിങ്, നല്ല ബിസി ആയിരുന്നു ഗൈസ്. അത് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ മൂവ് ചെയ്ത് UK വന്നാണെങ്കിൽ ആ സെറ്റിലിംഗ് ഇൻ നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്ന് നമുക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ടാകും. പിന്നെ കുറേ നമുക്ക് ടഫ് ടൈംസ് വരും. ആൻഡ് ഞാൻ അവിടുന്ന് ജോബൊക്കെ റിസൈൻ ചെയ്തതൊന്നും എനിക്കൊന്നും പ്രോസസ്ഡ് പോലും ആയില്ലായിരുന്നു. ലൈക്ക് ഞാൻ ഇത്രയും ക്വിക്കായിട്ട് ഇങ്ങോട്ട് വരും എന്നൊന്നും വിചാരിച്ചില്ല. അതായിരുന്നില്ല പ്ലാൻ. അപ്പോൾ മൊത്തത്തിലെല്ലാം കൊണ്ടും നല്ല ബിസി ആയിരുന്നു. ആൻഡ് കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ ഹണിമൂണിന് പോയി. അപ്പോൾ ഹണിമൂൺ സീരീസ് ഇറക്കാൻ നോക്കി, അതൊട്ട് തീർന്നു, അതുമില്ല. ആൻഡ് ഇത് തുടങ്ങാൻ പറ്റിയോ, അതുമില്ല. പിന്നെ നമ്മളൊരു 5 TBൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ മേടിച്ച് നമ്മളെല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളെല്ലാം വീഡിയോ ഒന്നും മിസ്സായിട്ടില്ല, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഞാനൊന്ന് സോർട്ടഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇടും. കാരണം ഇതെനിക്കിഷ്ടമുള്ളൊരു കാര്യമാണല്ലോ, യൂട്യൂബും സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനതെല്ലാം ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ മിസ്സായി പോയിട്ടില്ല. പക്ഷേ മൂന്നാമത്തെ റീസൺ ഇതാണ്, എനിക്ക് ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ എന്താ പറയുക, വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ പോയാൽ എനിക്ക് ചിലപ്പം ടോട്ടലി ആ ഒരു ഫേസ്, ആ ഒരു ന്യൂലി മാരീഡ് ഫേസ് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. നമ്മളിപ്പോൾ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ. ഇട്ട ഉടനെ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ ചാനലിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് വ്യൂസ്, മോണിറ്റൈസേഷൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ വീഡിയോസൊക്കെ ഇട്ട് കുറേ വ്യൂസൊക്കെ കയറി അങ്ങനെയൊക്കെ ഞാൻ സെല്ല് ചെയ്യാനായിട്ട് ചിന്തിച്ചേനെ. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവ് അതല്ലായിരുന്നു. എനിക്കിത് ഞാനൊരു റെപ്പോ ആയിട്ടാണ് കാണുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫോളോ ചെയ്യാം, നമ്മുടെ ലൈഫ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, വെൽ വിഷേഴ്സിനൊക്കെ കാണാം, അങ്ങനത്തെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവിലാണ് തുടങ്ങിയത്. ആൻഡ് ഗ്രാജുവലി നമ്മൾ ഗ്രോ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, മറ്റാരെയും പോലെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉറപ്പായിട്ടും വർക്കും ചെയ്യും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുതിയ വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല എന്നെ. കാരണം ഞാൻ ഈ കല്യാണത്തിൻ്റെ വീഡിയോ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്ന കാരണം. അപ്പോൾ സോ ഞാൻ ഓർത്ത് ഓക്കെ, ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല, നമുക്ക് തുടങ്ങാം. ആൻഡ് കഴിഞ്ഞ വീക്ക് ഞാൻ ഒരു പോള് പോലെ ഇങ്ങനെ ചോദിച്ചായിരുന്നു, ലൈക്ക് ഇപ്പോഴും റെലവൻസ് ഉണ്ടോ എന്നറിയാം, നിങ്ങൾ എത്ര പേർക്ക് കാണാൻ ആഗ്രഹമുണ്ട്, ഓർ ടൈം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നവർ പോൾ ചെയ്യാനിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വന്ന റെസ്പോൺസൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 120+ റിപ്ലൈസ് എങ്കിലും വന്നു, ലൈക്ക് വി ആർ വെയിറ്റിംഗ് ഫോർ വെഡ്ഡിങ് സീരീസ്. കുറച്ച് പേരൊക്കെ നമ്മളോട് ആൻഡ് കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഓക്കെ ഈ ഫോട്ടോഗ്രാഫി ആർക്കാ കൊടുത്തേ, മേക്കപ്പ് ആർക്കാ കൊടുത്തേ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, ബിഫോർ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതിന് പകരം ലൈക്ക് ഒരു ഇൻട്രോ പോലെ ഒരു വീഡിയോയും കൂടെ വേണം എന്ന് എനിക്ക് തോന്നി. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ, ലൈക്ക് എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ് എന്നും അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ഞാൻ ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുത്തേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ അതാണ് ഗൈസ് ബേസിക്കലി. അപ്പോൾ നമ്മുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു 8 പരിപാടികളുണ്ടായിരുന്നു കല്യാണത്തിനോടനുബന്ധിച്ച്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സേവ് ദ ഡേറ്റ് ഷൂട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് കൊടുക്കുക. ഒരു 3 ഔട്ട്ഫിറ്റ്സിൽ നമ്മൾ സേവ് ദ ഡേറ്റ് എടുത്തിരുന്നു. ആൻഡ് ഇതെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ത്രിവേണി റിസോർട്ടാണ് ചമ്പക്കുളത്ത്. ഈ സെയിം സ്ഥലത്താണ് മറ്റേ ഒരു ഇന്ത്യൻ പ്രണയതൊക്കെയകത്ത് മറ്റേ ആയുർവേദിക് റിസോർട്ട്, ആ സോങ്ങും അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ അവിടെ നിന്നാണ് എടുത്തത്. വീഡിയോ അല്ല, ഐ മീൻ ഫോട്ടോ. ആൻഡ് അതൊന്നും സത്യം പറഞ്ഞാൽ വലുതായിട്ട് പ്രയോജനപ്പെട്ടില്ല. അതൊക്കെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി. ഞാൻ ചിലപ്പോൾ അത് ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ പറയാം. ലൈക്ക് ദാറ്റ് ഡിഡ്ന്റ് വർക്ക്ഡ് ഔട്ട് വെൽ. അപ്പോൾ സേവ് ദ ഡേറ്റ് ആയിരുന്നു ഒരു ഫംഗ്ഷൻ. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ബ്രൈഡൽ ഷവർ. ആൻഡ് അതെനിക്ക് ബ്രൈഡൽ ഷവർ എന്ന് പറയുമ്പോഴേ എനിക്ക് അലീന ടിനുവിനെ ഓർമ്മ വരുന്നത്. ഇവർ രണ്ടും എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്, അലീനയും ടിനുവും. ആൻഡ് ഇവർ രണ്ടുപേരും
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ബ്രൈഡൽ ഷവർ ഭയങ്കര അടിപൊളിയാക്കി തന്നു. ആൻഡ് എനിക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു. എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡ്രസ്സ് ആരൊക്കെ വരും എന്തൊക്കെ, എനിക്ക് അങ്ങനെ വലിയ ഡീറ്റെയിലിങ്ങും ഒന്നും അറിയില്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് മാണി ഈസ് ലൈക്ക് മൈ എന്താ പറയുക, എൻ്റെ സോൾ സിസ്റ്റർ പോലത്തെ ഫ്രണ്ടാണ്. ലൈക്ക് അവളെൻ്റെ ഫ്രണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ സിസ്റ്റർ, എൻ്റെ ഫാമിലിയിൽ ഒരാൾ, അങ്ങനെ ലൈക്ക് ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന് പറയുന്നതിന് ശരിക്കും മീനിങ് ഉണ്ടാക്കുന്ന പോലത്തെ ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും. ആൻഡ് ടിനുവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ഓർമ്മ വെച്ച കാലം തൊട്ട്, ലൈക്ക് കൊച്ചിലെ തൊട്ട് നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത്, കോളേജിൽ നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത്. ആൻഡ് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ യൂഷ്വലി ഞാൻ പോയിട്ടുള്ള ബ്രൈഡൽ ഷവറിനും ഒരു ചെറിയൊരു ഇവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 4-5 ആൾക്കാരൊക്കെ കാണത്തുള്ളായിരുന്നു. പക്ഷേ എൻ്റെ ബ്രൈഡൽ ഷവറിന് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് അതെനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് എഫേർട്ട് ഇട്ട് വന്ന ആൾക്കാരായിരുന്നു. കാരണം കൂടുതൽ പേരും ഒത്തിരി ദൂരത്തു നിന്ന് വന്നവരാ, ട്രിവാൻഡ്രത്തു നിന്ന് വന്നവരുണ്ടായിരുന്നു, കാഞ്ഞിരപ്പള്ളി ഞാൻ പഠിച്ച സ്ഥലത്തു നിന്നായിരുന്നു കൂടുതൽ ഫ്രണ്ട്സും. അപ്പം എല്ലായിടത്തു നിന്നും നമുക്ക് വേണ്ടി വന്ന ഒത്തിരി പേരുണ്ട്. ആൻഡ് എല്ലാവർക്കും താങ്ക്സ്. ഞാനിവിടെ ഫോട്ടോസ് ഇട്ടേക്കാം. ഇതിൻ്റെ ഒന്നും ഫോട്ടോ ഒന്നും ഞാൻ എങ്ങും ഇട്ടിട്ടില്ല. ഞാനിതൊക്കെ എന്താ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തതെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോസ് ഇടുന്ന കൂട്ടത്തിൽ ഇൻസ്റ്റയിലും പോയി ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെറുപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നടക്കുമോ നോക്കാം. ആൻഡ് തേർഡ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൽദി ആയിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആ ഒരു വെരി ക്ലോസ് സർക്കിളിനെ വെച്ചിട്ട് നമ്മളൊരു ഹൽദി നടത്തിയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അടിപൊളിയായിരുന്നു. മറ്റിടത്ത് ഫ്രണ്ട്സ് അവർ എല്ലാവരും കൂടെ ഇത് കളർഫുൾ ആക്കിയെങ്കിൽ ഇവിടെ ഹൽദീനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയത് എൻ്റെ കസിൻസാണ്. അപ്പോൾ കസിൻസ് എന്ന് പറഞ്ഞാൽ അപ്പു, ആദി, പൂപ്പു, അനു, ഇവർ 4 പേരും കൂടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഒരു ലിമിറ്റഡ് ടൈമിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈനൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ ഡെക്കോറൊക്കെ ചെയ്ത്, പ്രോഗ്രാംസൊക്കെ പ്ലാൻ ചെയ്ത്, ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് അവർ ഭയങ്കര അടിപൊളിയാക്കി ഞെട്ടിച്ച് കളഞ്ഞു നമ്മുടെ പിള്ളേർ. എന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അല്ല, നമ്മൾ ഈ ബ്രൈഡൽ ഷവറിന് ശേഷമായിരുന്നു ഹൽദി. നമ്മൾ തിരിച്ചെല്ലാവരും വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ ഹൽദിയും എൻജോയ് ചെയ്ത് കളറാക്കി. അന്നായിരുന്നു മാമൻ്റെ അമ്മായിയുടെയും വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ നമ്മൾ അതും സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതായിരുന്നു നമ്മുടെ തേർഡ് ഇവൻറ്റ്. ആൻഡ് നമ്മുടെ ഫോർത്ത് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പ്രീ വെഡ്ഡിങ് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വെഡ്ഡിങ് വന്നിട്ടൊരു തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മളൊരു 1000 പേരിന് അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 800 to 1000 പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിസപ്ഷൻ തലേന്ന് എൻ്റെ വീട്ടിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കാണ് ഇവിടോ വല്ലോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലുക്കാണ് വെഡ്ഡിങ് സീരീസിൽ. അപ്പോൾ എല്ലാം എനിക്ക് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ ഹെയർ എങ്ങനെ ചെയ്യണം, ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, ലൈക്ക് ഐ മേക്കപ്പ്, അതെല്ലാം ഐ മേക്കപ്പൊക്കെ ഞാൻ പ്രീ ട്രയൽ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. ആൻഡ് എനിക്കിങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇഷ്ടമല്ല. പക്ഷെ കൂടുതലും എല്ലാവരും ഭയങ്കര ഹെവി ആക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര സ്പെസിഫിക്, എനിക്കത് വേണ്ട, ഇത് വേണ്ട, അത് കുറേ ആവില്ല, കണ്ണിൻ്റെ മേളിൽ ഈ കളർ വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ സലൂൺ ഡിയാറിൽ പോയിട്ടാണ് മേക്കപ്പ് ചെയ്ത് ആലപ്പുഴയിൽ. വീട്ടിൽ വന്നു, ഡാൻസ്, പാട്ട്, പിന്നെ ഒരു എക്സ്ട്രാ ഫങ്ഷൻ എന്ന് വെച്ചാൽ അബീൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ അവർ കുറച്ചൊരു സർക്കിൾ, അപ്പൂപ്പൻ, പിന്നെ അബി, പിന്നെ ചേച്ചി, ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര് അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തോ ഒരു കസ്റ്റം പോലെയാണ്, നമ്മുടെ അവിടെ ഇല്ല. അത് നമ്മുടെ കാസ്റ്റിൽ ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. പക്ഷെ ആ ഒരു ഏരിയയിലോട്ട് അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ തലേന്ന് പോകുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. ഓക്കെ, ഇത്രയും നല്ല ഡ്രസ്സപ്പൊക്കെ ഇട്ട് കെബി കാണുന്ന. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ഡേ വെഡ്ഡിങ് ആണ്. വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ. മേക്കപ്പ് ഞാൻ അനുചേച്ചിക്കാണ് കൊടുത്തത്. അനുചേച്ചി മീൻസ് ജാൻവി മേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ മേക്കപ്പ് ആയിരുന്നു എൻ്റെ ഏറ്റവും സമയമെടുത്ത് എൻ്റെ ഒരു ചലഞ്ചിങ് ഒരു സാധനം മേക്കപ്പ് ആർക്ക് കൊടുക്കുന്നത്. ഞാൻ 8 മാസം മുമ്പ് ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. കാരണം 8 മാസം മുമ്പ് നമ്മൾ ഡേറ്റ് എടുത്തായിരുന്നു. ആരോടും പറഞ്ഞൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ അപ്പം തൊട്ടേ ഇങ്ങനെ ആൾക്കാരെ നോക്കുക എന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ മാനസമീര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. വേറെ ചോയ്സ് ഇല്ലായിരുന്നു അധികം. കാരണം അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച് താലി കെട്ടണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നടന്നില്ല. പക്ഷേ ഞാൻ വാശി പിടിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്പലപ്പുഴ
കല്യാണം കഴിഞ്ഞിട്ട് അബീൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ തൊഴണം, എനിക്ക് അവിടെ പോകണം, പ്രാർത്ഥിക്കണം ഒരുമിച്ച്, എന്നിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുണ്ട്. അപ്പോൾ അത് അവർ എഗ്രി ചെയ്തു. ആൻഡ് പിന്നെ നമുക്ക് അധികം ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഉള്ള ചക്കുളത്തുകാവ് ഓഡിറ്റോറിയം ഒക്കെ അതൊക്കെ എന്ന് വെച്ചാൽ ലൈക്ക് ഭയങ്കര ദൂരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന്, നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. സോ നമ്മൾ വി ഫിക്സ്ഡ് ഓൺ മാനസമീര. എന്നിട്ട് എൻ്റെ ലോകത്തിലെ തന്നെ എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദ പ്ലേസ് ആണ് അമ്പലപ്പുഴ അമ്പലം. അപ്പോൾ എനിക്ക് കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു. പക്ഷെ അത് എനിക്ക് നടന്നില്ല. പക്ഷേ എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം ഞങ്ങളവിടെ ഒരു മണിക്കൂറെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി, അമ്പലത്തിൽ പോകാൻ പറ്റി ഒരുമിച്ച് കല്യാണ ഡ്രസ്സിൽ. ആൻഡ് അതിൽ തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ പേരൻസ് അത് സമ്മതിക്കാഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവർ പറയായിരുന്നു, ഇവിടെ കല്യാണത്തിന് ആൾക്കാർ വരുമ്പോഴത്തേക്കും അപ്പുറത്ത് ഇവിടെ കല്യാണം നടക്കുമ്പോൾ അപ്പുറത്തെ ആൾക്കാരെ സ്വീകരിക്കാൻ നമ്മൾ വേണം, മനസ്സിലായി, ആ ഒരു രീതിയിൽ ഭയങ്കര റഷാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ അത് പ്ലാൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ മുഹൂർത്തത്തിൻ്റെ ടൈമിങ് അങ്ങനത്തെ ഒരു ടൈമിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണത്തിൻ്റെ മുഹൂർത്തം മറന്നുപോയി ഗൈസ്. കണ്ടോ, അത്രയും മറന്നിരിക്കുന്നു ഇപ്പോൾ ഒരു 8 മാസത്തിന് ശേഷം. പക്ഷേ രസമുണ്ട് കേട്ടോ, ഇങ്ങനെ റീലീവ് ചെയ്യുവാണ് ഞാൻ ആ മെമ്മറീസിലൂടെ. ആൻഡ് അതായിരുന്നു പ്ലാൻ. പിന്നെ എൻ്റെ വെഡ്ഡിങ് സ്റ്റേജ് ഡെക്കോർ, എനിക്കൊന്നും പറയാനില്ല, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. 90% ഓഫ് ദ തിങ്സ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് അല്ലാത്ത സംഭവങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം, ലൈക്ക് ടിപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലെ. കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, ഞാൻ കൊടുത്തത് ഒരു 33 ഇയേഴ്സ് പ്ലസ്, if I'm not wrong, അവർക്കൊരു 33 ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്. ABM ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ ഇവരെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ചേട്ടൻ്റെ പേര് മറന്നുപോയി. ഐ സൈഡ് ഹിം, എനിക്ക് കഥകളി വേണം. ആൻഡ് എൻ്റെ ഡ്രീം വെഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, ഒരു ലോട്ടസ് തീം ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ, അത് ലൈക്ക് അതാണ് എൻ്റെ ഇമാജിനേഷനിൽ എൻ്റെ കല്യാണം എന്ന് പറഞ്ഞത്. ഓക്കെ, കഥകളി നിൽക്കുന്നു ബാക്കിൽ ഇങ്ങനെ ഭയങ്കര കളർഫുൾ, ഞാൻ റെഡ് സാരിയിൽ, അങ്ങനെയൊക്കെ എന്താ പറയുക, എൻ്റെ ഡ്രീം വെഡ്ഡിങ് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി നന്നായിട്ട് പുള്ളിയായിട്ട്. ആൻഡ് പുള്ളി ഓരോ മൈന്യൂട്ട് സാധനങ്ങൾ, ഞാൻ എത്ര ഫോട്ടോസ് മിക്സ് ചെയ്തിട്ടാണെന്നറിയോ ഞാൻ ആ ഒരു വെഡ്ഡിങ് സ്റ്റേജിലെത്തിയത്. നിങ്ങൾക്ക് വെഡ്ഡിങ് സ്റ്റേജിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ തരാം. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് അവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം ഞാൻ പിന്നെ പറയുമ്പോൾ എനിക്കിങ്ങനെ ബെൽസ് വേണം, അപ്പോൾ അവർ ബെല്ല് ആഡ് ചെയ്യും. ഞാൻ പറയും എനിക്കിങ്ങനെ വേണം, താമരേൻ്റെ കളർ ഇങ്ങനെ വേണം, ഇവിടെ ഈ കളർ, ഇവിടെ വെള്ള, ഇവിടെ ഇത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഓക്കെ, റെഡ് കളർ എൻ്റെ സാരിയായിട്ട് ക്ലാഷ് ആവും, അപ്പോൾ ഞാൻ റെഡ് മാറ്റിയിട്ട് അത് ഇവിടെ താഴെ. എന്തോരം ഞാൻ കിടന്ന് പ്ലാൻ ചെയ്തെന്നറിയാം. പക്ഷേ ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. മാനസമീരയിൽ അവർ പറയുമായിരുന്നു ലൈക്ക് അവിടെ നടന്നിട്ടുള്ള കല്യാണത്തിൽ ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പോലെയാണ് അവർ പറഞ്ഞത്. ആൻഡ് ഇറ്റ് വാസ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാം ഒറ്റയ്ക്ക് ഓടി നടന്ന് തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ബാക്കിയുള്ളവരെ പോലെ ഏറ്റവും ഭയങ്കര ഹാപ്പി, ഭയങ്കര ആ ഒരു സുഖിച്ച ആ ഒരു വെഡ്ഡിങ് മോഡൊന്നും അല്ലായിരുന്നു. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ വെരി ടഫ് ടൈമും കൂടായിരുന്നു ആ ഒരു വെഡ്ഡിങ് ഫേസിൽ. എനിക്ക് കുറേ ടാസ്കൊക്കെ കിട്ടി. എനിക്കെന്നല്ല, ലൈക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിട്ടിരുന്ന ഒരു ഫേസാണ്. ഇറ്റ് വാസ് റിയലി ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ജേർണി ആയിരുന്നു. അപ്പോൾ എനിക്ക് ബ്രൈഡ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുക. ലൈക്ക് ഇത് നിങ്ങളുടെ ഒരു ടൈം, വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. എനിക്കിപ്പോഴും പറയുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുക. ലൈക്ക് ഭയങ്കര ഒരു എൻഗേജിങ് ഫേസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ആൻഡ് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നെ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവർക്കറിയാം എന്തായിരുന്നു എൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത്. എനിക്ക് വരികയാണ്. അപ്പോൾ വെഡ്ഡിങ്, ഇതാണ് എൻ്റെ പ്രശ്നം. അബി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനിങ്ങനെ സംസാരിച്ചങ്ങ് പോകും. അബി ഉണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് ഇങ്ങനെ ആക്ഷനൊക്കെ തരും, കട്ട് ചെയ്യ്, വിറപ്പിക്കുന്നു, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എനിക്ക് 3 ഔട്ട്ഫിറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഔട്ട്ഫിറ്റ് ഐ വാസ് എ റെഡ് ബ്രൈഡ്. എനിക്കറിയാം മിക്ക പെൺകുട്ടികൾക്കും റെഡ് ഡ്രസ്സിനോട് കുറേ പേരെന്നോട് പറഞ്ഞിട്ടു റെഡ് ബ്രൈഡ്, ഐ ഡോണ്ട് വാണ്ട് ബി എ റെഡ് ബ്രൈഡ്. പക്ഷേ എനിക്ക് എൻ്റെ ഡ്രീമിൽ ഞാൻ റെഡ് സാരിയാണ്. അതിപ്പോൾ എത്ര കോമൺ എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു റെഡ് ഡ്രസ്സ് തരുന്നൊരു വൈബ്, ഇറ്റ്സ് ഡിഫറെൻറ്റ്. ആൻഡ് എൻ്റെ സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട് ഞാൻ തന്നെയാണ് ബ്ലൗസ് എല്ലാം ഡിസൈൻ ചെയ്തത്. ഫസ്റ്റ് ഡ്രസ്സും ഞാൻ ആ ബ്ലൗസ് ഡിസൈൻ ചെയ്തത്. ബ്ലൗസ് നമുക്ക് ചെയ്തു തന്നത് ഗാർഗി ബൊട്ടിക് എന്ന് പറഞ്ഞിട്ട് തിരുവല്ലയിലൊരു ബൊട്ടിക്കാണ്.
കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഞാനൊരു ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് ആ ബ്ലൗസിന് സ്പെൻഡ് ചെയ്തു. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്, എല്ലാം അടിപൊളിയായിരുന്നു. ബാക്കിൽ വിയക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ബ്ലൗസ് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഞാൻ ത്രെഡ് ഹൗസിൽ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നെ അതെല്ലാം പ്ലാൻ ചെയ്തെടുത്ത ഒരു ഡ്രസ്സാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരു ആൻറ്റിയുടെ അടുത്ത്, എൻ്റെ സ്ഥിരം എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആൻറ്റിയെ കൊണ്ട് എനിക്കൊരു ബ്ലൗസ് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അത് ആൻറ്റിക്ക് ഒരു വർക്ക് കൊടുക്കണം എന്ന്. അപ്പോൾ ആൻറ്റിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഡിസൈനൊക്കെ ഞാൻ ഓൺ കലാപരിപാടികളിലൊക്കെ ചെയ്തു. ആൻഡ് അതാണ് എൻ്റെ ഈ സെക്കൻഡ് ഡ്രസ്സ്. ആൻഡ് എൻ്റെ തേർഡ് ഡ്രസ്സ് വന്നിട്ട് ഞാൻ മറന്നുപോയി. തേർഡ് ഡ്രസ്സ് വന്നിട്ട് അമ്മായിയുടെ കെയർ ഓഫിൽ അമ്മായി എപ്പോഴും തയ്ച്ച് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുത്തിരുന്നത്. അത് തോന്നുന്നു ഒരു 6,000 അകത്ത് നിൽക്കുന്ന രീതിയിൽ ബഡ്ജറ്റിലൊരു ബ്ലൗസായിരുന്നു അത്. ആ സാരിക്ക് ഭയങ്കര കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ഒരു സാരി. അതായത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ ഔട്ട്ലുക്ക് പോലത്തെ രീതിയിൽ പ്ലാൻ ചെയ്തെടുത്തതാണ്. ആൻഡ് അതും ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ നായർ വെഡ്ഡിങ് ആയിരുന്നു. അപ്പം ഹിന്ദു നായർ വെഡ്ഡിങ്ങിൽ നമുക്ക് ഇരുന്നിട്ടാണ് താലി കെട്ടുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് 3 ടൈപ്പ് ഓഫ് ഡ്രസ്സസ് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഡ്രസ്സ് സാരി സ്റ്റൈലിസ്റ്റ് ഞാൻ എല്ലാവരും മറന്നുപോയി കേട്ടോ. ഞാൻ KP ദ സാരി ഡ്രൈപ്പിസ്റ്റിനായിരുന്നു കൊടുത്തിരുന്നത്. ആൻഡ് എനിക്ക് നല്ലൊരു 8ൻ്റെ പണി കിട്ടിയായിരുന്നു. ഞാനത് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ എനിക്ക് തോന്നുന്നു അവരൊരു കാലിക്കറ്റ് ബേസ്ഡ് ഒരു ഇതാണെന്ന് തോന്നുന്നു. അവർ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഇൻസ്റ്റയിലുള്ളൊരു ഡ്രൈപ്പിസ്റ്റ്. ആക്ച്വലി ഫോർഗോട്ട് ദെയർ നെയിം. ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ചെയ്ത ബാക്ക് നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കസിൻ്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓട്ടമായിരുന്നു. ലൈക്ക് ഒരു സാരി എടുക്കുന്നു, മാറുന്നു, ഫുഡ് കഴിക്കുന്നു, ഓടുന്നു. മുഹൂർത്തത്തിന് നമുക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ ഹിന്ദു വെഡ്ഡിങ്ങിന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 4:30 മുമ്പായിട്ട് അബിയുടെ വീട്ടിൽ കയറും. അങ്ങനെ എന്തോ അത്രയും ടൈമുണ്ട്. നമുക്ക് മോർണിംഗ് ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഫുഡ് നമ്മൾ ആറന്മുള വളസദ്യയൊക്കെ നടത്തുന്ന ആ ഒരു ടീമിനായിരുന്നു കൊടുത്തിരുന്നത്. ഫുഡിനെ പറ്റി ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കിട്ടിയായിരുന്നു. അത് കിടിലൻ ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, സദ്യയാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി, അബീൻ്റെ വീട്ടിൽ. അപ്പോൾ അതാണ് നമ്മുടെ 6th ഫംഗ്ഷൻ. വെഡ്ഡിങ് ഡേ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഒരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു. നമുക്ക് കല്യാണത്തിന് നമുക്ക് വയലിൻ ഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇവൻ്റെ ആരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ എല്ലാം ചെയ്തു. അതൊരു അജയ് ആൻറ്റോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വയലിൻ പ്ലേ ഒക്കെ ആയിരുന്നു. അബി വയലിനൊക്കെ വായിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയലിൻ ഫ്യൂഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്താണ്. അതിനും നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയായിരുന്നു. ആൻഡ് റിസപ്ഷൻ്റെ അന്ന് നമുക്ക് ഇതുപോലെ ഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ, പാട്ടുണ്ടായിരുന്നു. അബീൻ്റെ ഫാമിലിയിൽ എല്ലാവരും പാട്ടുകാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ടോബി മാത്രമേ ഉള്ളൂ പാടാത്ത. ടോബീസ് പെറ്റ് ഡോഗാണ്. നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും പാട്ട് പാടാറുണ്ട്. അപ്പോൾ അവിടെ കുറേ പാട്ട് പരിപാടികൾ. പിന്നെ അന്നാണ് നമുക്ക് അടുക്കള കാണൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതായത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ നെയ്ബർഹുഡിൽ നിന്ന് ആൾക്കാരും എല്ലാവരും കൂടെ അബീൻ്റെ വീട്ടിലേക്ക് വരും. അടുക്കള കാണലല്ല, ഇറ്റ്സ് മോർ ലൈക്ക് വീട് നമ്മളെ പറഞ്ഞു വിട്ടിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമ്മളെ കാണാൻ വരുമല്ലോ, ആ ഒരു സ്കീം. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു റിസപ്ഷൻ പോലെ കിടിലൻ ഫുഡൊക്കെ ആയിരുന്നു. ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഫുഡൊക്കെ അതൊക്കെ ഫുള്ളൊരു ഹറിബറി ആയിരുന്നു. നമ്മൾ ആ സെയിം ഡേ റിസപ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തതല്ല, പക്ഷേ അടുക്കള കാണാൻ എല്ലാവർക്കും കല്യാണത്തിന് വേണ്ടി വന്ന ഒത്തിരി പേര് കാണുമല്ലോ. അപ്പോൾ അവർക്ക് വേറൊരു ദിവസം വെച്ചാൽ അവർക്ക് പിന്നെയും ട്രാവലിംഗ് ഒക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അന്ന് തന്നെ പോയി കഴിഞ്ഞാൽ അവർക്കും സൗകര്യം. ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെയൊക്കെ ആ ദിവസം പോയി. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് 1:30 വരെ നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ, കസിൻസ് എല്ലാവരും കൂടെ ഫുൾ മറ്റേ ചില്ലിങ് ഒക്കെ ആയിരുന്നു. ആൻഡ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ടോബി ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പ്രോപ്പർ എൻകൗണ്ടർ അന്നായിരുന്നു. ടോബിനെ ഇങ്ങനെ കൂട്ടിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് അന്ന് തുറന്നു വിട്ടപ്പോൾ എൻ്റെ അമ്മ ബെഡിൽ നമ്മളിങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ സംസാരിക്കുക, അവൻ ചാടി ബെഡിലോട്ട് ഒരൊറ്റ കയറ്റം. അപ്പം ഞാനിങ്ങനെ ഫ്രീസായിപ്പോയി. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിനുശേഷം പിന്നെ ടോബി ഒരു പേടിയില്ല. ഉള്ളിങ്ങനെ ഇപ്പം എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നു ടോബിനെ. ഇങ്ങനെ എനിക്കിങ്ങനെ വീഡിയോ കോളൊക്കെ കാണുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തരിക്കും. എനിക്കിങ്ങനെ അവനിങ്ങനെ പിടിക്കാനൊക്കെ തോന്നും. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അതുപോലെ പോവാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ എനിക്ക് തോന്നുന്നു അബിയും കൂടെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ കുറച്ച് നല്ല രീതിയിൽ പറഞ്ഞ് ചെറിയ രീതിയിലത് നിർത്താം, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഇങ്ങനെ പോവും. അപ്പോൾ അതെനിക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ലൈക്ക് അങ്ങനെ പറയുന്ന മോശമാണോ അങ്ങനെയൊക്കെ ആലോചിച്ച്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ട്.
എൻ്റെ വെഡ്ഡിങ്ങിന് അല്ലെങ്കിൽ ഇനി എൻ്റെ അപ്കമിങ് ബ്രൈഡ്സിന് കുറച്ച് ടിപ്സ് പോലെ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ 7th ഇവൻ്റ് ആയിരുന്നു ബോംബെ വെച്ച് നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ് നമ്മൾ കസിൻസിനെ എല്ലാം ഫ്രീ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇഫ് ഐ റിമെമ്പർ 23rd or 24th ക്രിസ്മസിന് തലേന്നോ 23rd 24th എന്തോ ആയിരുന്നു നമ്മുടെ റിസപ്ഷൻ പ്രോഗ്രാം. അത് ജസ് നഗര എന്ന് പറഞ്ഞിട്ട് അക്കോളയിൽ ഒരു ഹോട്ടലിലായിരുന്നു. അപ്പോൾ ജസ് നഗരയിലാണ് അബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ കല്യാണത്തിൻ്റെ റിസപ്ഷനും സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന ആ വീഡിയോ ഒന്നും ഒരിക്കലും ഞാൻ യൂട്യൂബിൽ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ ഈ ബോംബെ സ്റ്റൈലിലെ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിയൊക്കെ ഇട്ട് എന്നെ ഒന്നും കാണാമല്ലോ. അത് ഞാൻ അവരോട് എത്ര വട്ടം ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ഞാൻ കണ്ണാടി നോക്കും, ചേച്ചി കള എന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് അനുവിനെ ഫുൾ ടൈം ഞാൻ അടുത്ത് നിർത്തിയിട്ട് ഇവർ കണ്ണിൻ്റെ മേളിൽ എന്തോ ചെയ്യുന്നതിലെ ഇങ്ങനെ എനിക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ചിടാളോ എപ്പോഴും ഇങ്ങനെ എൻഷുർ ചെയ്തിട്ട് പോലും എനിക്ക് അത്യാവശ്യം മേക്കപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് ഫുൾ ലൈസൻസ് കൊടുത്തിരുന്ന അവരെൻ്റെ മുഖത്തൊരു താജ്മഹൽ പണിതേനെ. അപ്പോൾ അങ്ങനത്തെ ഒരു മേക്കപ്പും നല്ല ഊള വീഡിയോഗ്രാഫിയും അങ്ങനെ എല്ലാം കൂടത്തെ രീതിയിൽ ലൈക്ക് അത്യാവശ്യം കോമഡിയാണ്. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടു ഭയങ്കര ചിരി, അതൊരു വേറൊരു മെമ്മറി കേട്ടോ, അത് ഞാൻ അറ്റാച്ച് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു റിസപ്ഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ റിസപ്ഷനൊക്കെ നമ്മൾ ബോംബെയിൽ ഒരു 10 days ഉണ്ടായിരുന്നു. നമുക്ക് കുറേ ട്രിപ്പും കുറേ ഫാമിലി ആയിട്ട് നമ്മൾ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്താൽ നമ്മളിവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 പേര് ഇവിടുന്ന് പോയി ബോട്ടിൽ പോയി ഇറങ്ങി അവിടുന്ന് ഒരു വണ്ടിയിൽ നമ്മൾ അക്കോളയിലേക്ക് പോയായിരുന്നു. അപ്പോൾ അക്കോള വൈ അക്കോളയെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിയൊക്കെ അവിടെ ബേസ്ഡ് ആണ്. ബോംബെയിലായിരുന്നു അവർ കൊച്ചിലെ ഫുള്ള്. എന്നിട്ട് പഠിക്കാനായിട്ട് നാട്ടിലേക്ക് വന്ന് പിന്നെ ഇവൻ വാശി പിടിച്ച് തിരിച്ച് പോകുന്നില്ല, ഫ്രണ്ട്സൊക്കെ ആയപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ അവർ സെറ്റിലായതാണ്. അല്ലെങ്കിൽ ഇപ്പം അവൻ ബോംബെയിൽ ഏതെങ്കിലും കോളേജിൽ പഠിച്ചേന്, ഞാൻ ഇവിടെ അമൽജ്യോതിയിലും പഠിച്ചേന്, നായർ മാട്രിമോണിയിലും എൻ്റെ പ്രൊഫൈൽ ഇട്ടിട്ട് ആരെങ്കിലുമൊക്കെ കിട്ടി അറേഞ്ച് മാരേജൊക്കെ ആയിട്ടൊക്കെ പോകേണ്ടി വന്നേനെ. താങ്ക് ഗോഡ് അവർക്ക് തിരിച്ച് നാട്ടിൽ വരാൻ തോന്നിയത്. പക്ഷേ അച്ഛൻ സ്റ്റിൽ അവിടെ ബിസിനസ്സൊക്കെ ആയിട്ട് അവിടാണ്. അപ്പോൾ ദാറ്റ് അങ്ങനെ നമ്മുടെ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു. ആൻഡ് ഇതിന് ശേഷം ആ സമയം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ പിന്നെ ഫ്ലൈറ്റൊക്കെ നമ്മൾ ബസ് കയറുന്ന പോലെ ഇങ്ങനെ കയറുന്നു ആ ഒരു ഫേസ് ആയിരുന്നു. നമ്മൾ ബോംബെയിൽ നിന്ന് വന്നു വീട്ടിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബോംബെയിൽ നിന്ന് നമ്മൾ രാവിലെ വന്നു, നമ്മൾ റെഡിയായി, നമ്മൾ വന്നു ഫ്രഷായി, കിടക്കാൻ പോലും സമയം കിട്ടിയില്ല. അടുത്ത നമ്മൾ തായ്ലൻഡിൽ പോകാനുള്ള എല്ലാം പാക്കിംഗ് ആയിരുന്നു. അടുത്ത നമ്മുടെ ഹണിമൂൺ തുടങ്ങാൻ, അതാണ് നമ്മുടെ 8th അല്ലെങ്കിൽ ലാസ്റ്റ് ഇവൻറ്റ് വെഡ്ഡിങ്ങിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഹണിമൂൺ തായ്ലൻഡിലാണ് പോയത്, ക്രാബിയിലാണ് പോയത്. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇനി വാട്ട് വി എയ്റ്റ് ഇൻ തായ്ലൻഡ് കുറേ ഫുഡ് വ്ളോഗ്സും കുറേ നല്ല നല്ല വ്ളോഗ്സൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അതൊന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ എന്ന് വരുമെന്ന്. പക്ഷേ നിങ്ങൾ കാണണം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ബോംബെ തന്നെ നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തായിരുന്നു. നമ്മൾ മറ്റേ ഈശ്വർ അവിടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ കുറേ ഫണ്ണുണ്ടായിരുന്നു കസിൻസ് എല്ലാവരുമായിട്ട്. പിന്നെ നമ്മുടെ ഈ ഫങ്ഷൻസും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ട്രെയിലർ അതൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ കൊതിയാവുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ പോട്ടെ എന്നോർത്താണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇറങ്ങട്ടെ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് ബ്രൈഡ്സിനുള്ള ടിപ്സ് അല്ലെങ്കിൽ എനിക്ക് വന്ന കുറച്ച് ചലഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ബൈ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.